അങ്ങനെ കാത്തിരുന്ന് സഹദേവൻ ഒരു കല്യാണം കഴിച്ചു. പക്ഷെ മുന്നോട്ടുള്ള ജീവിതം അവൻ പ്രതീക്ഷിച്ചതുപോലെ ആയിരുന്നില്ല. ഓരോ ദിവസം ഭാര്യയുടെ അടുത്ത് വരുമ്പോഴും അവൻ വിചാരിച്ച കാര്യങ്ങളൊന്നും നടന്നില്ല. നടത്താൻ അവളൊട്ടും സമ്മതിച്ചുമില്ല. അങ്ങനെ ഒരു ദിവസം സഹദേവന്റെ പേരിൽ ഡൊമസ്റ്റിക് വയലൻസിനും സ്വർണം കൈവശപ്പെടുത്തിയതിനും ഒരു കേസ് അവൾ കൊടുത്തു. കല്യാണം കഴിഞ്ഞ് 10ാം ദിവസം സ്വന്തം വീട്ടിലേക്ക് ഇറങ്ങിപ്പോയവൾ എന്തിനാണ് ഇങ്ങനെ ഒരു കേസ് കൊടുത്തതെന്ന് അവന് മനസ്സിലായില്ല. പക്ഷേ തന്റെ നിരപരാധിത്വം തെളിയിക്കാൻ അവനൊരു നല്ല വക്കീലിനെ തന്നെ കണ്ടു. സ്വർണം തിരിച്ചു കൊടുത്തെങ്കിലും ഡൊമസ്റ്റിക് വയലൻസിന് അവന് കോടതി കയറി ഇറങ്ങേണ്ടി വന്നു. അങ്ങനെ ഒരു ദിവസം പ്രതിഭാഗം വക്കീൽ ആബ്സെന്റ് ആയിരിക്കുമെന്ന് വിചാരിച്ച് കേസ് നീട്ടിക്കിട്ടുന്നതിനായി ഇവന്റെ വക്കീൽ അയാളുടെ ജൂനിയറെ ഇവന്റെ വാദത്തിനായി അയച്ചു. പക്ഷെ പ്രതീക്ഷകൾ തെറ്റിച്ച് പ്രഗത്ഭനായ പ്രതിഭാഗം വക്കീൽ ഹാജരായതും ഇവന്റെ വക്കീലിന് ഭയം കൊണ്ട് ഒരക്ഷരം പോലും അവിടെ മിണ്ടാൻ കഴിഞ്ഞില്ല. അവസാനം അവന് വേണ്ടി അവൻ തന്നെ വാദിച്ചു. പക്ഷെ അവന്റെ വാദത്തിൽ തൃപ്തനായ ജഡ്ജി കേസ് നീട്ടിക്കൊടുത്തു. തന്റെ വക്കീലിനോടും ജൂനിയർ വക്കീലിനോടും ദേഷ്യമുണ്ടായിരുന്ന സഹദേവൻ പിന്നീട് ജൂനിയർ വക്കീലിനെ ഒരമ്പലത്തിൽ വെച്ച് കണ്ടുമുട്ടുകയും പരസ്പരം ഇരുവരും സോറി പറയുകയും ചെയ്തു. അവന്റെ ഭാര്യയുടെ യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് കണ്ടെത്താൻ പിന്നീട് ആ വക്കീലും അവന്റെ കൂടെ കൂടി. അങ്ങനെ അവർ അവളുടെ ഒരു ഫ്രണ്ടിന്റെ അടുത്ത് എത്തുകയും അവൾ വഴി അവന്റെ ഭാര്യയുടെ യഥാർത്ഥ പ്രശ്നം മനസ്സിലാക്കുകയും ചെയ്തു. അവരിരുവരും തിക് ഫ്രണ്ട്സ് ആയിരുന്നു. അവരുടെ ജീവിതത്തിലെ പുരുഷന്മാർ അവർക്ക് വേദനകൾ മാത്രമാണ് സമ്മാനിച്ചത്. അതുകൊണ്ട് ഭാവിയിൽ അവർക്കൊരു ആൺതുണ ആവശ്യമില്ലെന്നും ഇരുവരും വിദേശത്ത് പോയി പഠിച്ച് അവിടെ സെറ്റിൽഡ് ആകാമെന്നുമായിരുന്നു അവരുടെ പ്ലാൻ. വിദേശത്ത് പോകാനുള്ള പണത്തിനായിരുന്നു അവൾ സഹദേവനെ വിവാഹം കഴിച്ചത്. ഈ കാര്യങ്ങളൊക്കെ അവൾ തന്നെ കോടതിയിൽ തുറന്നു പറഞ്ഞതോടെ സഹദേവന്റെ നിരപരാധിത്വം തെളിയുകയും എല്ലാ പുരുഷന്മാരെയും ഒരേ കണ്ണിലൂടെ മാത്രം കാണരുതെന്ന് പറഞ്ഞ് അവൻ സ്വതന്ത്രനായി കോടതിയിൽ നിന്ന് ഇറങ്ങിപ്പോരുകയും ചെയ്തു.